നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷി മാത്യു, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ഥായിയായ വൃക്കസ്തംഭനം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ്. അതായത് കിഡ്നി രോഗം 3 മാസത്തിൽ കൂടുതൽ കിഡ്നി രോഗമുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയാറുള്ളത്. സ്ഥായിയായ വൃക്കസ്തംഭനമുള്ള ആൾക്കാരിലെ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ് മെയിൻലി പ്രധാനമായും 5 തരം 5 സ്റ്റേജസ് ആണുള്ളത്. അതിൽ മൈൽഡ് സ്റ്റേജസ് ആണ് സ്റ്റേജ് 1ഉം 2ഉം. കുറച്ചും കൂടെ മോശമാവുന്ന കിഡ്നി ഫംഗ്ഷൻ മോശമാവുന്ന അവസ്ഥയാണ് സ്റ്റേജ് 3, 4. കിഡ്നി പ്രവർത്തനം 15% താഴെ വരുന്നതിനെയാണ് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡയാലിസിസ് റിക്വയർ ചെയ്യുന്ന ക്രോണിക് കിഡ്നി ഡിസീസിനെ CKD സ്റ്റേജ് 5D എന്നാണ് പറയുക. അപ്പം പല കിഡ്നി ഫംഗ്ഷൻ്റെ കിഡ്നി രോഗത്തിൻ്റെ പല സ്റ്റേജസിലും പല രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം ആദ്യമായി CKD സ്റ്റേജ് 1, 2 ഈ ഒരു സ്റ്റേജിലുള്ള ആൾക്കാർ ജനറലായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകുവാൻ കാരണമായ ചില രോഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ. ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യുക. അതായത് പ്രമേഹമുള്ള ആൾക്കാർ പ്രമേഹം കൺട്രോൾ ചെയ്യുക, അമിത രക്തസമ്മർദ്ദമുള്ള ആൾക്കാർ രക്തസമ്മർദ്ദം കണ്ടിന്യൂ ചെയ്യുക, ഹാർട്ടിൻ്റെ ചികിത്സ കറക്റ്റായി ചെയ്യുക, സ്റ്റോണ്, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം, അടിക്കടി വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ, ഇതെല്ലാം ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടാതെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. പ്രധാനമായും തുടക്കത്തിൽ തന്നെ വെള്ളത്തിൻ്റെ അളവ് ജനറലായിട്ട് പറയാൻ സാധിക്കാറില്ല. നീര് അടിക്കടി വരുന്ന ആൾക്കാർ, മൂത്രത്തിൻ്റെ അളവ് കുറയുന്ന ആൾക്കാർ, ഇവരൊക്കെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതാണ്. നീര് വരുന്നില്ല, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല, മൂത്രം നല്ല അളവിലുണ്ടെങ്കിൽ വെള്ളം 2-2.5 ലിറ്റർ വരയ്ക്കും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഉപ്പിൻ്റെ ഉപയോഗം റെസ്ട്രിക്ഷൻ, അതായത് കുറയ്ക്കുക. കിഡ്നി ഡിസീസുള്ള എല്ലാ സ്റ്റേജസിലുള്ള കിഡ്നി ഡിസീസിലുള്ള ആൾക്കാരും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഉപ്പിൻ്റെ കൺസപ്ഷൻ 3 ഗ്രാമിൻ്റെ മേലെ പാടില്ല. അതായത് 1/2 ടീസ്പൂണിന് താഴെ മാത്രമേ ഒരു ദിവസം ഉപ്പ് കൺസ്യൂം ചെയ്യാറുള്ളൂ. നമ്മൾ ചോറിൽ അഡീഷണലായിട്ട് ഉപ്പ് ചേർക്കുക, കറിയിൽ വീണ്ടും ഉപ്പ് ചേർക്കുക, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഫാസ്റ്റ് ഫുഡ്, പ്രിസർവ്ഡ് ഫുഡ്സ്, ക്യാനിൽ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം ചീത്തയായി പോകാതിരിക്കാനായിട്ട് ധാരാളം ഉപ്പ് ചേർക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിർബന്ധമായും കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത് പ്രോട്ടീൻ. ക്രിയാറ്റിനിൻ എന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ കിഡ്നി രോഗമുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ചെയ്യാം. ക്രിയാറ്റിൻ പ്രോട്ടീൻ മെറ്റബോളൈസ് ചെയ്ത്, അതായത് പ്രോട്ടീൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റാണ്, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിൻ. അപ്പോൾ പ്രോട്ടീൻ കൺസപ്ഷൻ നമ്മുടെ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടതാണ്. അത് എല്ലാ സ്റ്റേജസിലും നമ്മൾ പറയാറില്ല. ഇനിഷ്യൽ സ്റ്റേജസിൽ നിയർ നോർമൽ പ്രോട്ടീൻ നമുക്ക് കൺസ്യൂം ചെയ്യാം. പക്ഷേ സ്റ്റേജ് വേഴ്സൺ ചെയ്യുന്നത്, അതായത് സ്റ്റേജ് 3 to 5 പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ട്, അതായത് ചെടികളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻസും ആനിമൽ പ്രോട്ടീൻസ്, അതായത് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻസും. പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് ബീൻസ്, പീസ്, പയർവർഗ്ഗങ്ങൾ, നട്ട്സ് തുടങ്ങിയവ. ആനിമൽ പ്രോട്ടീൻസ് ആണ് ചിക്കൻ, മീറ്റ്, ബീഫ്, ഫിഷ്, എഗ്ഗ് തുടങ്ങിയവ. അപ്പോൾ മാക്സിമം കിഡ്നി രോഗമുള്ള ആൾക്കാർ പ്ലാന്റ് പ്രോട്ടീൻസ്, അതായത് മാക്സിമം വെജിറ്റബിൾസ് എന്നുള്ള പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 75%, അതായത് 1/4 പ്ലാന്റ് പ്രോട്ടീൻസും 1/4 ആനിമൽ പ്രോട്ടീൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് അറൗണ്ട് 50 kg ആണെങ്കിൽ അതിൽ നമ്മൾ സാധാരണ ഒരു 50 ഗ്രാം പ്രോട്ടീനാണ് ഒരു നോർമൽ ഒരാൾക്ക് പറയുന്നതെങ്കിൽ കിഡ്നി അസുഖമുള്ള ആൾക്കാർക്ക് 35 ഗ്രാം, അതായത് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. പ്രിഫറബിളി വെജിറ്റബിൾസിൽ നിന്നാണ് പ്ലാന്റ് പ്രോട്ടീൻസ് യൂസ് ചെയ്യാം. ആനിമൽ പ്രോട്ടീൻസ് ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാം. എഗ്ഗ് പ്രോട്ടീൻ വളരെ നല്ലതാണ്, അതായത് മുട്ടയുടെ വെള്ളം 1-2 ഡെയിലി കൺസ്യൂം ചെയ്യാവുന്നതാണ്. നാലാമത്തതായി പൊട്ടാഷ്യം. ധാരാളം ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്, പൊട്ടാഷ്യം ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പൊട്ടാഷ്യം കൂടിയാൽ കോംപ്ലിക്കേഷൻ ഉണ്ടോ? അതെ, തീർച്ചയായും ഉണ്ട്. കിഡ്നി രോഗമുള്ള ആൾക്കാരിൽ ബ്ലഡിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് ഹൃദയ ആഘാതത്തിനും മറ്റും കാരണമാകാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജസ് ഉള്ള കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ പൊട്ടാഷ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനിഷ്യൽ സ്റ്റേജസ് ഉള്ള ആൾക്കാർ, അതായത് CKD സ്റ്റേജ് 1 to 3 നോർമൽ പൊട്ടാഷ്യം സാധാരണ കാണുന്ന ആൾക്കാരിൽ
ഒത്തിരി റെസ്ട്രിക്ഷൻസ് പറയാറില്ല, എന്നാലും ഏത്തപ്പഴം, ജ്യൂസ്, കരിക്കിൻ വെള്ളം അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. സ്റ്റേജ് 4ഉം 5ഉം തീർച്ചയായും ഇത് ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആപ്പിൾ, പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ തുടങ്ങിയ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഗ്രേപ്സ്, അധികമായിട്ടുള്ള ഓറഞ്ചസ്, ഇതിൻ്റെ ഉപയോഗം എല്ലാം കുറയ്ക്കേണ്ടതാണ്. വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ഒനിയൻ, ബ്രിഞ്ചോൾ, എഗ് പ്ലാന്റ്, ഇതിലൊക്കെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇലവർഗ്ഗങ്ങൾ, ചീര, കീര, മുരിങ്ങ, അങ്ങനത്തെ ഇതിലെല്ലാം പൊട്ടാറ്റോ, ടൊമാറ്റോസിലൊക്കെ പൊട്ടാഷ്യം കൂടുതലാണ്. ഇങ്ങനത്തെ വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. 5-മതായി ഫോസ്ഫറസ്. കിഡ്നി ഡിസീസ് വേഴ്സൺ ചെയ്യുന്ന, അതായത് മോശമാവുന്നതനുസരിച്ച് ബ്ലഡിൽ ഫോസ്ഫറസിൻ്റെ അളവ് കൂടുകയും അത് എല്ലുകളുടെ ബലഹീനതയ്ക്ക് കാരണമാവുകയും ഫ്രാക്ചറുകൾ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ കിഡ്നി ക്രിയാറ്റിൻ്റെ അളവ് കൂടുന്നത് അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ മോശമാവുന്നതനുസരിച്ച് ഫോസ്ഫറസ് അധികമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. എസ്പെഷ്യലി പാലുൽപ്പന്നങ്ങൾ, മീറ്റ് പ്രോഡക്ട്സ്, ചിക്കൻ, ബീഫ്, ഫിഷ്, ഇങ്ങനത്തെ സാധനങ്ങൾ സ്ഥിരമായിട്ട് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. നല്ലൊരു ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ബാക്കി അനുബന്ധ രോഗങ്ങളുടെ കറക്റ്റായ ചികിത്സയിലൂടെയും കിഡ്നി രോഗം നമ്മുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുപോകാനും ഡയാലിസിസിലേക്ക് എത്തുന്നത് ഒഴിവാക്കാനും സാധിക്കും. ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും കിഡ്നി രോഗമുണ്ടാക്കുന്ന അനുബന്ധ രോഗങ്ങൾ, അതായത് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യം, സ്റ്റോൺ എന്നീ രോഗങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ചികിത്സയിലൂടെയും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അത് കൺട്രോളിൽ കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്.